അഹമ്മദ് മാഷെ, ഇത് മകരസംക്രമണത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു വേളയാണ്. അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന എരുമേലി പേട്ടതുള്ളലിൻ്റെ അവസരം കൂടിയാണ്. ഈ ഒരു അവസരത്തിലാണ് ശബരിമലയുടെ തന്ത്രിയായ കണ്ഠരര് രാജീവർ അറസ്റ്റിലാവുന്നത്. അത് ശുഭോദർക്കമായ പരിപാടിയാണ്. കാരണം അത് അയ്യപ്പൻ്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിൽ ആ ദിവസമാണ്. വിശ്വാസികൾക്ക് അത് അങ്ങനെ സന്തോഷിക്കാനും സമാധാനിക്കാനും വകയും. എന്നിരിക്കെ ഈ അറസ്റ്റിലായ തന്ത്രി കൃത്യമായിട്ടുള്ള തെളിവുകളും സൂചനകളും കൊണ്ടായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് ഇദ്ദേഹത്തിൻ്റെ വക്കാലത്തുമായിട്ട് ചില സംഘടനകൾ, രാഷ്ട്രീയ കക്ഷി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു, BJP തന്നെ വന്നിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള ഒന്നാണ്. മന്ത്രിയെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നവർ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രസ്താവനകൾ നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശുഭോദർക്കമായിട്ടുള്ള കാര്യമല്ല, അയ്യപ്പൻ ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല എന്നാണ്. എന്ത് പറയുന്നു മാഷാക്കാര്യത്തെ? തീർച്ചയായിട്ടും ഇതേ കേരളത്തിൻ്റെ ഇതിപ്പോൾ വിശ്വാസത്തിലോ ക്ഷേത്രത്തിലോ ശബരിമലയിലോ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല. ഈ മലയാളിയുടെ മനസ്സിനെ ബാധിച്ച മാരകമായ ഒരു രോഗത്തിൻ്റെ പേരാണ് മാസ് ഹിസ്റ്റീരിയാണിത്. നമ്മുടെ ഒരു ക്രിമിനലിനെ നമ്മൾ വിലയിരുത്തുന്നത് ജാതിയും മതവും തീരുമാനിച്ചിട്ടാണോ? കോഴിക്കോട് ഐസ്ക്രീം കേസ് വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിയാക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരാളെ ഏത് കാര്യത്തെ എടുത്തോളൂ, ഒരു കുറ്റവാളി എന്ത് ക്രിമിനൽ കുറ്റമാണ്. നിയമവിരുദ്ധമായ ഏത് പ്രവൃത്തിയും നിയമവിരുദ്ധമായ സംഗതിയാണ്. അത് അറസ്റ്റ് ആവശ്യപ്പെടുന്ന കേസാണെങ്കിൽ അങ്ങനെ, കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അങ്ങനെ, വിചാരണ നേരിടേണ്ടത്, അത് കഴിഞ്ഞ് ശിക്ഷിക്കപ്പെടേണ്ടത്, അങ്ങനെ ഏത് കേസ് എടുത്താലും നമ്മൾ ജാതിയും മതവും നോക്കി പ്രതികളെ നോക്കിയിട്ട് അതിൻ്റെ ശരിയും തെറ്റും പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ എന്താ സ്ഥിതി? ഇപ്പം ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് എനിക്ക് തോന്നുന്നു സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മലയാളികളും ആഗ്രഹിച്ചിരുന്നത് ഈ ശബരിമല കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ എന്നും നിന്ന ഏറ്റവും പഴക്കമുള്ള പ്രതിയാവാൻ ഇടയുള്ള ഒരാൾ തന്ത്രിയാണ്. പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയമായ ക്വസ്റ്റ്യൻ അല്ലത്. അതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ പോറ്റിയെ കയറ്റിയത് തന്ത്രി തന്നെയാണെന്നാണ്, തന്ത്രിയുടെ ഉപകാര്യസ്ഥനോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ തന്ത്രിയേക്കാൾ സമർത്ഥനായ മോഷ്ടാവും കൊള്ളക്കാരൻ പരികർമ്മി എന്നൊക്കെ പേരിടുന്ന അയാൾ പരികർമ്മി പോലും അല്ലത്ര, അങ്ങനെ പദവിയൊന്നും അയാൾക്ക് കൊടുത്തിട്ടില്ല. തന്ത്രിക്ക് കുറെ പേരെ ആശ്രിതന്മാരായിട്ട് കൊണ്ടുപോകാം, കൂടെ കൊണ്ടു നടക്കുന്നത് പലപ്പോഴും ഈ ദക്ഷിണ ചെല്ലം ചുമക്കാനൊക്കെ അല്ലത്രേ. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ എറിഞ്ഞു കിട്ടുന്ന ദക്ഷിണ ഉണ്ടല്ലോ, അത് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കാനൊക്കെയാണ് ഈ ആളുകൾ. അങ്ങനെയാണ് അവിടെ പോയ പലരും പറയുന്നത്. അപ്പോ എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പോറ്റി അവിടെ തീർച്ചയായിട്ടും അനാവശ്യമായ ഒരു ക്യാരക്ടറാണ്, ഒരു അൺനെസസറി എലിമെന്റ് ആണ്. അയാൾ അവിടെ വന്നു പെട്ടത് എങ്ങനെയെന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് തന്ത്രിയാണ് ഉത്തരം. അപ്പൊ ഈ തന്ത്രി കുടുംബത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ലല്ലോ. ലോകത്തിലെ ഇപ്പോ ശബരിമലയിലെ തന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഏറ്റവും അധാർമികമായ ഒരു കേസിൽ പിടിക്കപ്പെട്ടിട്ടാണ് ഇതിനു മുമ്പ് ഒരു തന്ത്രി വന്നത്, കണ്ഠരര് മോഹനര്. അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്റെ പരിപൂർണം നടത്തിയ ഒരു വിചാരണയുണ്ട് അദ്ദേഹത്തെ, ജസ്റ്റിസ് പരിപൂർണൻ. ഓർമ്മയുണ്ടോന്നറിയില്ല. പരിപൂർണൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് ഗായത്രി മന്ത്രം അറിയാവോ? അപ്പോ കിടന്ന് ബബ്ബ പാടിച്ചു അത്രേ. അപ്പൊ അങ്ങേക്ക് സംസ്കൃതം അറിഞ്ഞൂടെ? അങ്ങേക്ക് എത്ര കാലത്തെ പാരമ്പര്യമുണ്ട്? എന്ന് പറഞ്ഞാൽ ഞാൻ പരമ്പരാഗതമായി തന്ത്രി കുടുംബത്തിൽ പിറന്നു എന്നുള്ളതാണ് യോഗ്യത. സംസ്കൃതം അറിഞ്ഞൂടാ, മന്ത്രങ്ങൾ അറിഞ്ഞൂടാ, ഈ പറഞ്ഞ ക്ഷേത്രവിധികളൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഒരാള് ഇങ്ങനെ കുടുംബമഹിമ പറഞ്ഞുകൊണ്ട് കയറി വന്നതാണ്. കുടുംബമഹിമയ്ക്ക് പോലും വലിയ പഴക്കമില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോ ഈ തന്ത്രി മാഷമല്ല, നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോയ വേദാധികാരം എന്ന് പറയുന്നത് എല്ലാ ജാതികളിൽപ്പെട്ട ആൾക്കാരും ഉണ്ടെന്ന് പണ്ടേ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വേദാധികാര നിരൂപണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. NSS ഇപ്പോൾ അത് ആവിഷ്കരിക്കുന്നുണ്ട്, മറ്റു സമുദായങ്ങളെയും വേദോച്ചാരണം മന്ത്രോച്ചാരണം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജാതിയുടെ ഒരു അട്ടിപ്പേറായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു കാര്യവുമില്ല. അങ്ങനെ അത് വരുമ്പോഴാണ് ഈ അഴിമതി ഉണ്ടാവുന്നത്. അല്ലെങ്കിലും ഈ തന്ത്രവിധികളൊക്കെ അതിന്റെ വേദവിധി പ്രകാരം പഠിച്ചവരെയാണ് ബ്രാഹ്മണൻ എന്ന് പോലും വിളിക്കേണ്ടത്. അതെ ബ്രഹ്മം അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അപ്പൊ അന്ന് കൃത്യമായിട്ട് ആളുകൾ പറഞ്ഞിരുന്നു അംബേദ്കർ നീചജാതിക്കാരനാണെന്നുള്ള വെപ്പ്. അപ്പൊ അന്ന് അംബേദ്കറിസ്റ്റുകൾ വിളിച്ചു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബ്രാഹ്മണൻ അംബേദ്കർ ആണെന്നാണ്. ആവണമല്ലോ, വിജ്ഞാനം കൊണ്ട് അദ്ദേഹത്തെ വെല്ലാൻ ആരും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു യഥാർത്ഥ ബോധത്തിലേക്ക്, ധാർമ്മികതയിലേക്ക് ആളുകൾ ഉണരേണ്ടതിന് പകരം ഈ പാരമ്പര്യം വെച്ചിട്ട് എന്തോ അച്ഛന്റെ കാലം തൊട്ട് ഞങ്ങൾ തന്ത്രികളാണ് എന്നാൽ അതിന്റെ പേരിൽ എല്ലാ അഹങ്കാരവും എല്ലാ ദുഷ്ടവൃത്തികളും ചെയ്യാം, വ്യഭിചാരം ചെയ്യാം, മോഷണം ചെയ്യാം, കൊള്ളയടിക്കാം,
അവിടുത്തെ ഒരു കൊള്ള സംഘത്തെ നയിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മലയാളിയായ എല്ലാ മലയാളിയും ജാതിമത ഭേദമില്ലാതെ ആഗ്രഹിച്ചതാണ് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഇത് തന്ത്രിയിലേക്ക് ചെല്ലുമല്ലോ. പത്മകുമാറിന്റെ വാക്കുകളിൽ അത് വായിച്ചെടുത്തു ആളുകൾ. ദൈവതുല്യരായ പലരും ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിശ്വാസിയല്ലാത്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പത്മകുമാർ, കമ്മ്യൂണിസ്റ്റുകാരനായ പത്മകുമാർ പോലും അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ, ഇത് അദ്ദേഹത്തിന് ദൈവതുല്യരായ ആരോ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചാണെന്നാ. അത് ഇനിയും ബാക്കി ഉണ്ടാവാം, അത്തരക്കാരുണ്ടാവാം. മന്ത്രി പോലും, മന്ത്രിയോ മന്ത്രിക്ക് മീതെയുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷേ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടെ വന്ന മാഷ് പറഞ്ഞ പോയിന്റിന് കുറച്ചുകൂടെ ഡെപ്തുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നമ്മളെ ലോക ചരിത്രം പഠിപ്പിക്കുന്ന, എവിടെ ഡൈനാസ്റ്റി ഉണ്ടോ അവിടെ തീർച്ചയായിട്ടും ജീർണതയുണ്ടാവും, അഴിമതി ഉണ്ടാവും. അത് വലിയ വിപ്ലവത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് ലോക ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറയുന്ന പോലെ തന്നെ ഈ പൂജ തന്ത്രി എന്ന് പറയുന്ന ആ ഒരു ഡൈനാസ്റ്റി സമ്പ്രദായമായിട്ടാണ് നിലനിൽക്കുന്നത്. ഗുരുവായൂരായാലും ശരി, ശബരിമല ആയാലും ശരി, മറ്റേത് അമ്പലത്തിലായാലും ശരി, ആ ഡൈനാസ്റ്റിക്ക് ഒരു അവസാനം വരാതെ ഈ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ശരിയായിട്ടുള്ള ഈശ്വരവിശ്വാസി, അഴിമതി വിമുക്തനായിട്ടുള്ള ഒരു ഈശ്വരവിശ്വാസി തന്നെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ ഈ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ സത്യത്തിൽ ഇപ്പോൾ ഈ തന്ത്രിമാരൊക്കെ രംഗത്ത് വരേണ്ടത്, ഞങ്ങൾക്ക് ആകെ അപമാനകരമാണ് ഈ തന്ത്രി. അതുകൊണ്ട് ഈ തന്ത്രിയെ എത്രയും വേഗം ശിക്ഷിക്കണമെന്ന് പറയാനാണ് തന്ത്രിമാർ മുന്നോട്ട് വരുന്നത്. ഇനി ഇദ്ദേഹത്തിന് സവിശേഷമായ ഒരു ജാതി ഉണ്ട് എന്ന് പറയുന്നു. രാഹുൽ ഈശ്വറൊക്കെ ആ ജാതി പറഞ്ഞയാളാണത്രേ. അങ്ങനെയാണെങ്കിൽ ആ ജാതിക്കാർ മുഴുവൻ രംഗത്ത് വരണം. ഞങ്ങളുടെ ജാതിയെ മുഴുവൻ അപമാനിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അങ്ങനെ ആരും വന്നിട്ടില്ല. ഹിന്ദു സമൂഹം അല്ല, ഞാൻ പറയുന്നതിന് ഇപ്പൊ ഹിന്ദു സമൂഹത്തിനാണ് ഇപ്പോ ഈ വികാരം, ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ വികാരം കൊള്ളുന്നതെങ്കിൽ ഹിന്ദു സമൂഹം രംഗത്ത് വരണം. ഞങ്ങളുടെയൊക്കെ പേരിലാണ് ഈ അപമാനം, ഞങ്ങളെയൊക്കെ അപമാനിച്ച ഈ തന്ത്രിയെ ശിക്ഷിക്കണം എന്നല്ലേ പറയേണ്ടത്. ഇനി പോട്ടെ, ഹൈന്ദവ സംസ്കാരത്തിന്റെ സംരക്ഷകരായിട്ട് വരുന്ന ഒരു പാർട്ടിയാണ് BJP. ആ BJP ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് തന്ത്രിയെ പിന്തുണക്കുന്നത്? തന്ത്രിയെ പിന്തുണക്കുന്നതിൽ ന്യായമില്ലല്ലോ. അവർക്ക് സമരം ചെയ്യാം. മന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡിലെ അംഗങ്ങള് ഒക്കെ അറസ്റ്റിലായ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര് ഒക്കെ അറസ്റ്റിലായ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആരെ? കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് വൈകുന്നേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്യാൻ മാത്രം തെളിവുകളില്ലേ? SIT വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് BJPക്ക് സമരം ചെയ്യാം, പ്രസ്താവന ഇറക്കാം. പക്ഷെ ഈ സമയത്ത് ഒരു കുറ്റവാളിയായി തന്ത്രി നിയമത്തിന്റെ മുമ്പിൽ വന്ന സമയത്ത് ആ തന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് കേസ് വഴിതിരിച്ചു വിടാനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആരൊക്കെയാണ് പ്രതികളെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. തന്ത്രിയെ ഒഴികെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? തന്ത്രിക്ക് എന്താണ് കൊമ്പ്? തന്ത്രി ബ്രാഹ്മണനാണോ? കുറ്റം ചെയ്തൂടെ? തന്ത്രി ഹിന്ദുവാണോ? കുറ്റം ചെയ്തൂടെ? തന്ത്രി എത്ര ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലാണ് വലിയ മോഷ്ടാക്കളും കള്ളന്മാരും ഉണ്ടായിരുന്നത്. എത്ര പള്ളി മെമ്പറുകളിൽ എത്ര ഉസ്താദുമാര് കൊടിയ ക്രിമിനലുകളായിട്ടും കള്ളന്മാരായിട്ടും ഉണ്ടായിട്ടുണ്ട്. മദ്രസകളിലില്ലേ? ഇന്നലെ പുറത്തു വന്നൊരു കേസ് എന്താ? ഫാദർ എന്താണ്? ഫ്രാങ്കോ മുളയ്ക്കൽ. ജലന്ധറിലെ ബിഷപ്പ്, ചെറിയ പോസ്റ്റാണ്. ജലന്ധറിലെ ബിഷപ്പ് കാട്ടിക്കൂട്ടിയ മദ്രസകളിലെ അധ്യാപകരെ ബലാത്സംഗത്തിന് കുട്ടികളെല്ലാം കേസിന്. അതാ ഞാൻ പറയുന്നത്. ബിഷപ്പുമാരെ കുറിച്ച്, പള്ളിയിലെ ഉസ്താദുമാരെ കുറിച്ച്, ഖാസിമാരെ ഒക്കെ വരാമല്ലോ. മാഷ, ഞാൻ സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം 1900 വരെ അവിടെ ഈ പൂജാവിധികളും താന്ത്രിക കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, തന്ത്രിയായി ഇരുന്നതും മലയരയ സമുദായത്തിൽപ്പെട്ട അവരെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബാണ്. നമ്മുടെ മധു ഉണ്ടല്ലോ, അട്ടപ്പാടിയിൽ ഒരു പിടി അരി എടുത്തതിന് കൊല്ലപ്പെട്ട മധു, ഈ വിഭാഗത്തിൽപ്പെട്ട അവരാണ് പൂജ നടത്തിയത്. അന്നൊരു മോഷണവും ഉണ്ടായിട്ടില്ല, അക്കാലത്തെ ഒരു മോഷണവും ഉണ്ടായിട്ടില്ല. അവർക്ക് നമ്മൾക്ക് തിരിച്ചു കൊടുക്കണം. അവരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഇതിൽ വേറൊരു തമാശയുള്ളത്, സത്യത്തില് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളിലൊക്കെ ഒന്ന് ഈ മലയരയന്മാരുൾപ്പെടെയുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഒരു ദൈവസങ്കല്പം എന്നാണ്. രണ്ട്, ഇതില് പിൽക്കാലത്ത് ശാസ്താവ് എന്ന് പറയുന്നത് ബുദ്ധന്റെ ഒരു സങ്കല്പവുമാണ്. അതിലൊന്നും ബ്രാഹ്മണ്യമോ ഇത്തരത്തിലുള്ള ഈ മന്ത്രതന്ത്ര വിധികളോ എപ്പോഴാണ് അത് ഉണ്ടായതെന്ന് അറിഞ്ഞൂടെ. എന്തായാലും അത് ഉള്ളവര് ശരിയാണെന്ന് അത് അറിയാവുന്നവരും അത് വേണ്ടതാണെന്ന് വാദിക്കുന്നവരും അങ്ങനെ വാദിച്ചുകൊള്ളട്ടെ. പക്ഷേ ഞാൻ പറയുന്നത്, മലയരയനായാലും സാക്ഷാൽ തന്ത്രി ബ്രാഹ്മണനായാലും കുറ്റവാളിയാണോ കുറ്റവാളിയാണ്, കള്ളനെ കള്ളൻ എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ അങ്ങയുടെ ശ്രദ്ധ ഒരു കാര്യം കൂടെ, 1883 സാമുവൽ മാറ്റിയർ രേഖപ്പെടുത്തിയതിൽ ശബരിമലയിലെ യഥാർത്ഥ പൂജാരിമാർ എന്ന് പറയുന്നത് മലയരന്മാരാണ്.
അവർക്കത് കൊടുത്തിരുന്നെങ്കിൽ ഈ പണത്തിനോട് അവർക്ക് ആത്തില്ല, ദൈവത്തിനോടുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഈ താമസിക്കുന്നവർക്കാണ് കൂടുതൽ. ഈ കാട്ടിൽ താമസിക്കുന്നവർക്ക് പണമല്ല, അവർക്ക് ഭക്തി വേണം. അതുപോലെ അത്യാവശ്യം വനത്തിൻ്റെ വിഭവങ്ങൾ, സുരക്ഷ, തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വേണ്ടവരെ ഇത് ഏൽപ്പിച്ച ധനാർത്ഥിയുള്ളവർക്കാണല്ലോ ഇത് മോഷ്ടിക്കാൻ തോന്നുന്നത്. അപ്പോൾ അതൊരു പരിവർത്തനമല്ലേ വാസ്തവത്തിൽ? ഈ ചെയ്തു പോയ കളങ്കങ്ങൾക്കെല്ലാമുള്ള പുണ്യം അല്ലെങ്കിൽ പുണ്യതീർത്ഥം, ഈ പുണ്യാഹം എന്ന് പറയും, ശുദ്ധമാക്കാൻ ശുദ്ധികലശം വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്, തീർച്ചയായിട്ടും വേണ്ടതാണ്. എനിക്കിതിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് BJPയുടെ നിലപാടാണ്. BJP ഒരിക്കലും ഈ മാറി മാറി വന്ന ദേവസ്വം ബോർഡുകളുടെ ഒന്നും കാലത്ത് BJP ഭരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് UDFും LDFും കാണിച്ച ഈ കൊള്ളയുണ്ടല്ലോ, ആ കൊള്ളയിൽ ആരൊക്കെ പ്രതിയാണോ? സത്യത്തിൽ അവരുടെ കൂടി അറിവോടും സമ്മതത്തോടും കൂടിയാണല്ലോ ഇമാതിരി തന്ത്രിമാർ ഈ പറഞ്ഞ വഴിവിട്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ UDFനെയും LDFനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് എല്ലാവരെയും ശിക്ഷിക്കും എന്ന് പറയുന്നതിന് പകരം ഒരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഇവർ ഈ ജാതി കളിക്കുന്നത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യം. അവർക്ക് തന്നെ വലിയ ദോഷം ചെയ്യാൻ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു BJPയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നിലപാട് കാണുന്നതാണ് എന്നെ ഏറ്റവും സങ്കടം. തിരുത്തപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമലയെ രക്ഷിക്കാൻ വേണ്ടത് സകല കുറ്റവാളികളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് പുറത്താക്കുക. എല്ലാവരും ആ നിലപാട് എടുക്കാൻ ഏറ്റവും കൂടുതൽ നീതി നിർവഹണം ശരിയായ രീതിയിൽ നടക്കണം. അല്ല, ഇതിലൊക്കെ അവർ പറയുന്നത് മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ പിടിച്ചു, ഇത് പലരും പറയുന്നുണ്ട്, അത് പറഞ്ഞോട്ടെ. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. കഴിഞ്ഞ ദിവസം BJPയുടെ നേതാക്കന്മാർ ചെങ്ങന്നൂര് താഴമൺ തന്ത്രി കുടുംബത്തിൽ പോയി. അവിടെയാണ് ഒരു കേസിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അതൊരു ഞാൻ കണ്ടു, അത് ശരിയല്ല, തെറ്റായ പ്രവണതയാണ്. മാത്രമല്ല ഈ കേസ് CBIക്ക് പോലും വിടണം, കേന്ദ്രം അന്വേഷിക്കണം എന്ന് വലിയ തോതിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ വരെ ആവശ്യപ്പെടുന്ന സമയമാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇതിൽ നേരത്തെ കക്ഷി ചേർന്നിട്ട് ഒരാളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. ആ പാർട്ടിക്ക് എന്ത് വിശ്വാസ്യത? തീർച്ചയായിട്ടും അമിത്ഷാ സ്ഥലത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹം ഇന്ന് പല യോഗങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിലൊരു തിരുത്തലുണ്ടാവും. അവൻ നീതിയുടെ വഴിക്ക്, നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നുള്ളതായിരിക്കണം BJPയുടെ നിലപാട്. അല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലം. ആലപ്പുഴയിൽ അവർക്കിപ്പോൾ വമ്പിച്ച മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റമെല്ലാം പിന്നോട്ട് പോകും, പശ്ചാത്ഗമനമായി തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ തന്ത്രിക്ക് വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ വെറുതെ നഷ്ടപ്പെടുത്തി. തന്ത്രിക്ക് വേണ്ടി BJP സ്വയം നഷ്ടപ്പെടരുത്, ആത്മഹത്യാപരമാണ് നിലപാട്. തീർച്ചയായിട്ടും ഒരു കുറ്റവാളിക്ക് വേണ്ടി ഒരു പാർട്ടി സ്വയം ഇല്ലാതാവുകയും. തന്ത്രി സമാജം പറഞ്ഞോട്ടെ, മറ്റു സംഘടനകൾ പറയാൻ പാടില്ല. തന്ത്രി സമാജത്തിന് ഒരു ട്രേഡ് യൂണിയൻ വികാരം ഉണ്ടാകാം, അത് പറയാം. പക്ഷേ അതുപോലും പാടില്ല. സത്യത്തിൽ തന്ത്രി സമാജം കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കണം എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും ബാക്കി ഒരൊറ്റ തന്ത്രിയെയും ഈ തന്ത്രിയുടെ പേരിൽ കുറ്റപ്പെടുത്തരുതെന്ന് പറയേണ്ടത്. അതെ, തീർച്ചയായിട്ടും. രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണയ്ക്കാൻ പാടില്ല ഇതിലെ കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരെ. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.